ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു Rx-100 അതായത് എൻ്റെ വണ്ടിയുടെ ഒരു കാർബറേറ്ററാണ്. ഇത് 1989 മോഡൽ മിക്കുനി കോർപ്പറേഷൻ്റെ ഒറിജിനൽ കാർബറേറ്ററാണ് വണ്ടിയിൽ വരുന്നത്. ഇത് മെയ്ഡ് ഇൻ ജപ്പാനാണ്. മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ജപ്പാൻ, അതായത് ഒറിജിനൽ ഇമ്പോർട്ടഡ് ഫ്രോം ജപ്പാൻ. കണ്ടോ, ജപ്പാൻ. ഇത് എൻ്റെ വണ്ടി ഞാൻ മാറ്റിയിട്ട് 3 വർഷമാകുന്നു. ഇപ്പം ഞാൻ അതിന് ശേഷം കയറ്റിയത് മിക്കാർബിൻ്റെ കാർബറേറ്ററായിരുന്നു. സോ ഇപ്പോൾ അത് എനിക്ക് പണി തരാൻ തുടങ്ങി. ഈ ചെറിയ പമ്പലും അതിൻ്റെ കാലാവധി ഏകദേശം കഴിഞ്ഞു. ഇത് മാറ്റാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓവർഫ്ലോ ഉണ്ടായിരുന്നു. ഇവിടെ നല്ല ഓവർഫ്ലോ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് അങ്ങ് മാറ്റിയത്. അപ്പം നമുക്ക് എൻ്റെ ഒരു ഐഡിയയിൽ ആ കാർബറേറ്ററിൻ്റെ ക്യാപ്പ്, ഇവിടുത്തെ ഈ ക്യാപ്പ് ഇതിൽ മാറ്റിയിട്ടിട്ടൊന്ന് നോക്കാം. അല്ലാതെ ഇതിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഇതിപ്പോൾ ഞാനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് തന്നെ കമ്പനിയുടെ ഒറിജിനൽ ഇതാണ് 1989 മോഡൽ Rx-100ൻ്റെ മിക്കുനിയുടെ തന്നെ ജപ്പാൻ്റെ. ഉണ്ടോ, സാധനം ഓക്കെയാണ്, കിള്ളനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാപ്പിൻ്റെ ആണ്. ഇത് നമുക്ക് എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന കാർബറേറ്ററിൻ്റെ മാറ്റി ഇട്ട് നോക്കാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മിക്കാർബിൻ്റെ കാർബറേറ്റർ. ഉണ്ടോ, ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് മറ്റേ ഒറിജിനൽ ജപ്പാൻ മിക്കുനിയുടെ കാർബറേറ്റർ വെക്കണം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ മിക്കാർബിൻ്റെ കാർബറേറ്റർ. കണ്ടോ, അങ്ങനെ നമ്മൾ ഇതാ നമ്മുടെ ഒറിജിനൽ കാർബറേറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാ നോക്കൂ, അത് ഞാൻ എൻ്റെ ക്യാപ്പ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ക്യാപ്പ് പഴയ മിക്കാർബിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ചോക്ക്, അപ്പുറത്തെ ചോക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പുറത്തെ ചോക്ക് നമ്മൾ മാറ്റി മിക്കാർബിൻ്റെ ഇട്ടിട്ടുണ്ട്. മറ്റേത് ഏകദേശം പോയതായിരുന്നു, ചോക്ക് പോയിട്ടില്ല, വർക്കിംഗ് ആയിരുന്നു, പക്ഷെ കാണാൻ ഒരു ഭംഗി ഇതാ, അതുകൊണ്ട് ഇത് മാറ്റി. ഇതാ ചോക്ക് കണ്ടോ, ചോക്ക് നമ്മൾ ആ മിക്കാർബിൻ്റെ തന്നെ ചോക്ക് മാറ്റിയിട്ടു. ഈ ക്യാപ്പ് നമ്മൾ മാറ്റിയിട്ടു. ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ടെന്ന്. വെച്ചാൽ